കാലാതീതനും ചരിത്രാതീതനും സനാതനനുമായ നമ്മുടെ ത്രിയേക ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി ദൈവത്തിന് വാഴ്വുകൾ ഞാൻ അർപ്പിക്കുന്നു. കൂട്ടായ്മയ്ക്കായി സമയത്തെ വേർതിരിച്ച നിങ്ങളോടുള്ള നന്ദിയും പ്രകാശിപ്പിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവസന്നിധിയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർമ്മ കാണുമല്ലോ, യോഹന്നാനുണ്ടായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് 19 അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ പ്രത്യക്ഷതയാണ്. രണ്ടാമത്തെ പ്രത്യക്ഷത. ആ വാക്യങ്ങളിൽ നിന്ന് പൊതുവായ പല കാര്യങ്ങളും നാം പഠിക്കുകയുണ്ടായി. അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശങ്ങളെയും കൂടെ, ഇപ്പം കർത്താവിന്റെ 2 പ്രത്യക്ഷതകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ 2 പ്രത്യക്ഷതകളുടെ ഉദ്ദേശങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു വിടുന്നത് ഉചിതമെന്ന് കരുതുന്നു. അതിൽ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയുടെ ഉദ്ദേശം നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എബ്രായർക്കുള്ള ലേഖനത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും അത് കണ്ടു. അതുമല്ലെങ്കിൽ എബ്രായർ 9 അവസാനത്തെ വാക്യം മാത്രം മതിയാവും ആ ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. അനേകരുടെ പാപങ്ങളെ ചുമക്കേണ്ടതിനാണ്, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ടതിനാണ് കർത്താവ് ഭൂമിയിലേക്ക് ആദ്യത്തെ പ്രാവശ്യം വന്നത്. ഒന്നും കറങ്ങി കാണാനോ സന്ദർശനത്തിനോ ഒന്നിനുമല്ല. സ്വർഗത്തിലിരുന്ന് അങ്ങ് ബോറായതുകൊണ്ട് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു വന്നതും ഇവിടെ രാജ്യം സ്ഥാപിക്കാൻ വന്നതും ഒന്നുമല്ല. അതുകൊണ്ടായിരുന്നല്ലോ യേശുക്രിസ്തുവിനെ രാജാവാക്കുവാൻ വേണ്ടി യഹൂദന്മാർ ശ്രമിച്ചപ്പോഴും ക്രിസ്തു അതിന് നിന്നു കൊടുക്കാതിരുന്നു. പീലാത്തോസിന്റെ മുമ്പിൽ വിസ്തരിക്കപ്പെടുമ്പോഴും കർത്താവ് അക്കാര്യം പറഞ്ഞു. ക്രിസ്തുവിന്റെ രാജ്യം ഐഹികമല്ല എന്ന വ്യക്തമായ സൂചന നമുക്ക് തന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഭരിക്കാൻ പോലുമല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. മർക്കോസ് 10:45 കർത്താവ് തന്നെ ആ കാര്യം പറഞ്ഞു. മാർക്ക് 10:45 എന്തിനല്ല കർത്താവ് വന്നത്, എന്തിനാണ് വന്നത് എന്ന് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, പിന്നെ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. സ്തോത്രം. കർത്താവ് തന്നെ
അവിടെ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയുടെ ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെയാണ് നാം എബ്രായ ലേഖനത്തിൽ ഇത് കണ്ടത്. അതുപോലെ ധാരാളം വാക്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെ സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി വില കൊടുക്കുന്നതിന്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന്, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യുവാനാണ് ക്രിസ്തു ഒന്നാമത്തെ പ്രാവശ്യം ഭൂമിയിൽ പ്രത്യക്ഷനായത്. അത് നമുക്കെല്ലാവർക്കും ഏറെ നന്നായിട്ടറിയാം. രണ്ടാമത്തെ പ്രാവശ്യം കർത്താവ് പ്രത്യക്ഷനാകുന്നത്, അതും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എബ്രായർ 9:28 പറയുന്നുണ്ട്. എന്താ? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. സ്തോത്രം. അപ്പോൾ പിന്നെ ഒന്നാമത്തെ പ്രാവശ്യം രക്ഷയ്ക്കായി വന്നു എന്ന് പറയുന്നതും ഈ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോഴും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി എന്ന് പറയുന്നതും എന്താ, രണ്ടും വ്യത്യസ്തമാണോ? ഈ രണ്ട് രക്ഷയും വേറെ വേറെയാണോ? എന്താണ് ഇതിന്റെ അർത്ഥം? നാം ഇവിടെ നിന്നും ഇനിയും മനസ്സിലാക്കാനായിട്ട് പോകുന്നത്, യേശുക്രിസ്തുവിന്റെ രണ്ടാം പ്രത്യക്ഷതയുടെ രണ്ട് മുഖങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. ഇന്നലെയും നാം അതേപ്പറ്റി പറഞ്ഞു. രഹസ്യവരവെന്നും പരസ്യവരവെന്നും. ഈ പാരമ്പര്യമായ പ്രയോഗങ്ങളെ വളരെ എന്താണ് പറയുന്നത്, അരോചകത്വത്തോടുകൂടെ ശ്രവിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ നാം ആ കാര്യങ്ങൾ പരാമർശിച്ചത് കൊണ്ട് ഇന്ന് അതിനുവേണ്ടി ഞാൻ മുതിരുന്നില്ല. ആ പാരമ്പര്യ പ്രയോഗം തന്നെ ഞാനും ഇവിടെ ആവർത്തിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രഹസ്യവരവെന്നും പരസ്യവരവെന്നും. യേശുക്രിസ്തു പേടിച്ചിട്ടും നാണിച്ചിട്ടും ഒന്നുമല്ല രഹസ്യവരവ് എന്നിവിടെ അർത്ഥമാക്കുന്നത്. പകരം നാം ഇന്നലെ കണ്ടതുപോലെ തൻ്റെ സഭയ്ക്ക് വേണ്ടി മാത്രം വരുന്നത് കൊണ്ട്, സഭയുമായി മാത്രം ബന്ധപ്പെട്ട വരവായതുകൊണ്ട്, സഭയെ തൻ്റെ അടുക്കൽ ചേർക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ വരുന്നത് കൊണ്ട്, ഭൂമിയിലേക്ക് പരസ്യമായി ഇറങ്ങി വരാത്തത് കൊണ്ട്, നൊടി ഇടയിൽ, കണ്ണിമയ്ക്കുന്നിടയിൽ എല്ലാം സംഭവിക്കും. അതുകൊണ്ട് ആ നൊടിയിടയിലെ, കണ്ണിമയ്ക്കുന്നിടയിലെ ഈ സംഭവങ്ങളെ കാണാൻ കഴിയുന്ന യന്ത്രക്കണ്ണുകൾ പോലും ഭൂമിയിൽ ആരുടെയും പക്കൽ ഇല്ലാതിരിക്കുന്നത് കൊണ്ടും കർത്താവിന്റെ ആ മേഘപ്രത്യക്ഷതയെ രഹസ്യവരവ് എന്ന് നമ്മൾ വിളിക്കുന്നു. അല്ലാതെ കള്ളനെ പോലെ വരും എന്നത് മോഷ്ടിക്കാൻ വരുന്നതിനെ കുറിച്ചല്ല, നിനയാത്ത നാഴികയിൽ യേശു വരുന്നു എന്നതിനാലാണ് കള്ളനെ പോലെ വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത സമയത്ത്, നിനയാത്ത നാഴികയിൽ യേശുക്രിസ്തു സഭയെ ചേർക്കാൻ വരുന്നതിന് വേണ്ടിയിട്ട് വേറെ ഒരു ലക്ഷണങ്ങളും നാം നോക്കേണ്ടതില്ലെന്നും ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷ്യങ്ങളും ലക്ഷണങ്ങളും അടയാളങ്ങളും നോക്കിയിരുന്ന് നമ്മൾ പ്രയാസപ്പെടുകയും വേണ്ട. അതും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഈ രഹസ്യവരവ്. എന്നാൽ പരസ്യവരവ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതുപോലെ 19-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 16 വരെ കാണുന്ന വാക്യങ്ങൾ പോലെ പരസ്യമായി സഖരിയാവ് പറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയിൽ
കർത്താവിന്റെ പാദങ്ങൾ വയ്ക്കും. ഈ ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ഒലിവുമലയിൽ കർത്താവിന്റെ പാദങ്ങൾ വയ്ക്കും. ഒലിവുമലയിൽ നിന്ന് കർത്താവ് കയറിപ്പോയതുപോലെ അവിടേക്ക് കർത്താവ് ഇറങ്ങി വരും. സ്തോത്രം. അതിനെയാണ് നമ്മൾ പരസ്യമായ വരവ് എന്ന് പറഞ്ഞത്. അത് എല്ലാവരും കാണും. അത് യേശു തന്റെ സഭയ്ക്ക് വേണ്ടി മാത്രമായി വരുന്നതല്ല. ആ വരവിൽ മറ്റു പല ഉദ്ദേശങ്ങളുമുണ്ട്. നാം സഖരിയ പ്രവചനത്തിൽ കാണുന്നതും യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1:7 എഴുതിയിരിക്കുന്നതുമായത്, ഇതാ വെളിപ്പാട് 1:7, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. സ്തോത്രം. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അതുതന്നെയാണ് നാം 6-ാം അധ്യായത്തിലും കണ്ടത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ, കുഞ്ഞാട് മുദ്രിത പുസ്തകത്തിന്റെ 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ നാം കാണുന്നു, അതിന്റെ 15 മുതൽക്കുള്ള വാക്യങ്ങളിൽ രാജാക്കന്മാർ, അധിപതികൾ, സഹസ്രാധിപന്മാർ തുടങ്ങിയുള്ള ഭൂമിയിലെ ശ്രേഷ്ഠന്മാർ ഉൾപ്പെടുന്ന സമൂഹം ഭയപ്പെട്ട് നിലവിളിച്ച് കുന്നുകളോട്, മലകളോട്, പാറകളോടൊക്കെ പറയുന്ന കാര്യമാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെയും കുഞ്ഞാടിന്റെയും കോപ ദിവസം വന്നു, അതുകൊണ്ട് അവരിൽ നിന്നും ഞങ്ങളെ മറപ്പീൻ. ഇതാണ് കർത്താവിന്റെ പരസ്യവരവ്. ഇങ്ങനെ ഒരു കാഴ്ച യേശുക്രിസ്തു സഭയെ ചേർക്കാൻ വരുന്ന സമയത്ത് ലോകക്കാർക്ക് ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ നാം അതിനെ രഹസ്യവരവെന്ന് വിളിക്കുന്നു. എളുപ്പം മനസ്സിലാക്കാൻ ആ പാരമ്പര്യ പദപ്രയോഗങ്ങൾ ഉതകും. അതുകൊണ്ട് ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ ഈ രഹസ്യവരവിന്റെയും, അതായത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള 2ാമത്തെ പ്രത്യക്ഷതയുടെ ഈ 2 മുഖങ്ങളുടെയും ഉദ്ദേശമെന്ത് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. Got it? The 2 appearances we have already seen and understood. The purpose of the first advent of Jesus to this world, to this earth. From Mark 10:45, then Matthew 1:21, Hebrews 9:26, 28. So there are so many other verses in the Bible which elaborates, describes about the purpose of the first appearance. Simply, it was our redemption, our salvation, or taking away human sins, atoning for human sins. And Jesus did that on the cross. രണ്ടാമത്, the purpose of his second appearance to this world. And we have seen for that appearance, there are 2 phases. One is for the church, and that is often called the mid-year advent of Jesus, the secret coming of Jesus. And the other one is the public appearance. Now, therefore, we are trying to see the purposes of these 2 facets of Christ's second appearance. കർത്താവിന്റെ 2ാമത്തെ പ്രത്യക്ഷതയുടെ 2 മുഖങ്ങളാണ്
രഹസ്യവരവെന്നും അഥവാ മേഘപ്രത്യക്ഷതയെന്നും, രണ്ട് പരസ്യപ്രത്യക്ഷത എന്നും. പരസ്യവരവ്, അതിനെ തേജസ്സിന്റെ പ്രത്യക്ഷത എന്നും വിളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കർത്താവിന്റെ രഹസ്യവരവ് തേജസ്സിലല്ലെന്ന് ആരും കരുതരുത്. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, കർത്താവ് മേഘങ്ങളിൽ വരുന്നതും മേഘങ്ങളോളം വരുന്നതും, മേഘങ്ങൾ വരമാത്രം വന്ന് സഭയെ ചേർക്കുന്നതും മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും രണ്ടും തേജസ്സിന്റെ പ്രത്യക്ഷത തന്നെയാണ്. എന്നാൽ ഒന്ന് എല്ലാവർക്കും കാണാൻ കഴിയുന്നതും ഒന്ന് എല്ലാവർക്കും കാണാൻ കഴിയാത്തതും എന്ന വ്യത്യാസം മാത്രം. ഈ രണ്ട് മുഖങ്ങളിലെ പ്രത്യക്ഷതയുടെ ഉദ്ദേശത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത് നമുക്ക് നോക്കാം. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ദ പർപ്പസ് ഓഫ് ദ റാപ്ചർ, ദ പർപ്പസ് ഓഫ് ദ ഫസ്റ്റ് phase of Christ's second appearance, or the purpose of his secret advent or the mid-air advent. കർത്താവിന്റെ മേഘപ്രത്യക്ഷതയുടെ, രഹസ്യവരവിന്റെ, ഉൽപ്രാവണത്തിന്റെ, സഭയുടെ ഉൽപ്രാവണത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് നാം നോക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവ് എന്തിനാണ്, എന്തുദ്ദേശത്തിന് വേണ്ടിയാണ്, എന്ത് ലക്ഷ്യത്തോടുകൂടെയാണ് മേഘങ്ങളിൽ വരുന്നത്, അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണത്തിന്റെ ലക്ഷ്യമെന്ന്? നമുക്കത് അറിയാവുന്ന കാര്യമാണ്, പെട്ടെന്ന് പറഞ്ഞുവിടാം. ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഒന്ന് പറയാമോ? നമുക്ക് ഒരുമിച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് അങ്ങ് പോകാം. ഇപ്പൊ പറഞ്ഞാലും കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട്. വെരി ഗുഡ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സഭയുടെ ഉൽപ്രാവണത്തിന്റെ ലക്ഷ്യമാണ്. കർത്താവ് മേഘങ്ങളിൽ വരുന്നതിന്റെ ലക്ഷ്യമാണ്. ഏറ്റവും ഒന്നാമത്തേത് നമുക്ക് അതേ വാക്യം വെച്ചുകൊണ്ട് തന്നെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ഫോർ ദ കൺസ്യൂമേഷൻ ഓഫ് അവർ സാൽവേഷൻ. ഫോർ ദ കൺസ്യൂമേഷൻ ഓഫ് അവർ സാൽവേഷൻ, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി കർത്താവ് വരുന്നു. യേശുക്രിസ്തു മേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്നത് സഭയെ ചേർക്കുവാനായിട്ട് യേശു വരുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം, സ്തോത്രം, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം ആണ്, രക്ഷയുടെ തികവാണ്. നമുക്ക് വളരെ പരിചയമുള്ള സംഗതിയാണ്. ആ വാക്യം അറിയാവുന്നതാണല്ലോ, ഒന്നുകൂടെ വായിച്ചാട്ടെ. എബ്രായർ 9:28, 9:28 ഹീബ്രൂസ്. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടിട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. സ്തോത്രം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അവിടെയാണ് നാം രക്ഷയുടെ പൂർത്തീകരണം എന്നത് മനസ്സിലാക്കുന്നത്, അർത്ഥമാക്കുന്നത്.
1 പത്രോസ് 1-ാം അധ്യായം 9-ാമത്തെ 8-9 വാക്യങ്ങൾ വായിച്ചുള്ളൂ. 1 Peter 1:8 and 9. Though you have not seen him, you love him. Though you do not now see him, you believe in him and rejoice with joy that is inexpressible and filled with glory, obtaining the outcome of your faith, the salvation of your souls. Obtaining the outcome of your faith, the salvation of your souls. വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കും എന്ന പ്രത്യാശയെ കുറിച്ച് ഇവിടെ പത്രോസ് പറയുന്നു. വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ, the outcome of our faith, that is the salvation of our souls. ഇവിടെയെല്ലാം നാം രക്ഷയെ സംബന്ധിച്ചാണ് കാണുന്നത്. രക്ഷ. അപ്പോൾ കർത്താവ് വരുന്നത്, സഭയെ ചേർക്കുന്നത്, മേഘപ്രത്യക്ഷതയുടെ ഉദ്ദേശം പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ രക്ഷ, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമായിരിക്കുമല്ലോ. ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. ഓക്കെ. മറ്റെന്തെങ്കിലും? എന്തോ? പാപത്തിൽ നിന്നുള്ള വിടുതൽ. പാപത്തിൽ നിന്നുള്ള വിടുതൽ. വേറെ എന്തെങ്കിലും കൂടെ? തെറ്റാണെങ്കിൽ സാരമില്ല. നിത്യനരകത്തിൽ നിന്ന്. നിത്യനരകത്തിൽ നിന്നുള്ള വിടുതൽ. വേറെ എന്തെങ്കിലും? Removing our enmity with the Father. Restoration of our relationship with God. Okay. Restoration with the Father. Removal of the enmity between God and man. Okay, good. And thus saving us from his wrath. Okay. ദൈവക്രോധത്തിൽ നിന്നുള്ള വിമോചനം. From sin as well. വിമോചനം തന്നിട്ട് നിയമനം നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ. ഓക്കെ, ഓക്കെ. ദൈവഭവനത്തിലേക്കുള്ള പ്രവേശനം. ദൈവഭവനത്തിലേക്കുള്ള പ്രവേശനം. ഓക്കെ. It is the blessed state in which man's sins are pardoned. ഇതുവരെ നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്. അതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണമെന്നേ ഉള്ളൂ. മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടതും നിങ്ങളൊക്കെ പറഞ്ഞതും അതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതുവരെ പറഞ്ഞത് പാപത്തിൽ നിന്നുള്ള, പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ള, അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും നരകത്തിൽ നിന്നുമുള്ള വിമോചനം. രണ്ടാമത്തെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ പറഞ്ഞത് ഒരു സ്വീകൃതി, ഒരു സ്വീകാര്യതാണ്.
ദൈവത്തിന്റെ ഭവനത്തിലേക്ക്, ദൈവത്തിന്റെ എന്തോ ഒരു പ്രത്യേക പദവിയിലെ നിയമനമെന്ന്. ശരിയാ, ഇത് രണ്ടും കൂടെ യോജിപ്പിക്കപ്പെടുമ്പോഴാണ് രക്ഷയുടെ പൂർണ്ണത അല്ലെങ്കിൽ അതിന്റെ ശരിയായ അർത്ഥം. നമുക്കുള്ള ഒരു പ്രശ്നം, പ്രസംഗങ്ങൾ നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ടെങ്കിലും, ബൈബിൾ ക്ലാസ്സുകൾ നമ്മൾ സംബന്ധിക്കാറുണ്ടെങ്കിലും, ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് തരുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ കുറവാണ്. Interpreting the word is very less in our midst. Particularly the key themes and words are to be interpreted. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തീയ വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്, ഭാഷാപ്രയോഗമാണ് രക്ഷ. നമ്മളത് ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. യേശു രക്ഷിക്കാൻ വന്നു, യേശുവിന്റെ പേര് രക്ഷകൻ എന്നാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടു, പെട്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി രക്ഷയുമായി ബന്ധപ്പെട്ട് പറയാറുണ്ടെങ്കിലും ആ പദത്തിന്റെ അർത്ഥം, പദത്തിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കാറില്ല. ഇതെന്തോ രക്ഷ എന്ന് പറഞ്ഞ അറിയാമല്ലോ, അതിനിപ്പോ എന്ത് പറഞ്ഞു കൊടുക്കാനാ എന്ന ഒരു നിലപാട് നമുക്കുണ്ട്. അതുപോലെ തന്നെയാണ് പാപം. പാപം എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ആ പദങ്ങളെ നമ്മളൊന്ന് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മൾ പാപത്തെ കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. ഇപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആർക്കും ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയാം, പാപത്തെ വെറും ഒരു പ്രവൃത്തിയായി നമ്മൾ കാണരുത്. നമ്മുടെ ഇതേ വിഷയത്തിൽ വെളിപ്പാട് പുസ്തകം ഈ 19-ാമത്തെ അധ്യായം, പ്രത്യേകിച്ച് അതിന്റെ 7, 8, 9 വാക്യങ്ങൾ പഠിച്ചപ്പോൾ കർത്താവിനോട് കൂടെ പോകാൻ എന്ത് ചെയ്യണം, കാന്ത തന്നെത്താൻ എങ്ങനെയാണ് ഒരുക്കുന്നത് എന്ന വിഷയം പഠിച്ചപ്പോൾ നമ്മൾ ഈ പാപത്തെക്കുറിച്ച് പരാമർശിച്ചത്. അന്ന് നമ്മൾ കണ്ടു, sin is not limited to a particular actions or a particular deed, but it is an innate nature present in each and every member of our body that provokes us, that insists us to rebel against God's sovereign will and God's sovereign nature. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പൊ പിന്നെ ചോദിച്ചപ്പോൾ പറയാതെ പോയി എന്ന് വരാതിരിക്കാൻ അത്രയും പറഞ്ഞതേ ഉള്ളൂ. പാപത്തെ നമ്മൾ ചില പ്രവൃത്തികളിൽ ഒതുക്കുന്നത് തെറ്റാണ്. ഇങ്ങനെ ചെയ്യുന്ന പാപം, ഇങ്ങനെ ചെയ്യുന്നത് പാപം. അപ്പൊ പാപം വെറും ഒരു ചെയ്തിയല്ല, പ്രവൃത്തിയല്ല. പാപം നമ്മുടെ ഒരു പ്രകൃതമാണ്, നമ്മിൽ വസിക്കുന്ന ഒരു പ്രകൃതമാണ്. അതെന്ത് ചെയ്യുന്നു? നമ്മിൽ വസിച്ചുകൊണ്ട്. എവിടെയാ നമ്മിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഓരോ അംഗത്തിലും അവയവത്തിലും, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിലും അത് വസിക്കുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ അത് വസിക്കുന്നുണ്ട്. ശരീരത്തിന്റെ അവയവത്തിൽ മാത്രമായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ
പ്രകൃതത്തിൽ, നമ്മുടെ ആളത്വത്തിൽ ഇത് വസിക്കുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്ന ഒരു പ്രയോഗം വളരെ പ്രസക്തമാകുന്നത്. അവനിൽ പാപം ഇല്ല. സ്തോത്രം. യോഹന്നാൻ 1 ലേഖനം 3:5 പറയുന്നു, ഇൻ ഹിം, അതർവൈസ് ഇൻ ഹിസ് നേച്ചർ there is or there was no sin. ഹിന്ദിയിൽ, മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് അവനിൽ പാപമില്ലെന്ന്. ഹിന്ദിയിൽ വായിക്കുന്നത് ഉസ്കി സ്വഭാവമേ പാപ നഹി ഹൈ, അവന്റെ സ്വഭാവത്തിൽ പാപമില്ലെന്ന്. എന്നാൽ 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ നമ്മളോടുള്ള ബന്ധത്തിൽ അതിനെ തിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ 3:5 ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞത് നമ്മളോടുള്ള ബന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ തിരിച്ചു പറയുന്നു. അതിന്റെ 6 മുതൽക്കുള്ള വാക്യങ്ങളിലാണ് പറയുന്നത്. വിശേഷിച്ച് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഉണ്ടോ? നമുക്ക് പാപമില്ലെന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പൊ നമുക്ക് എന്തുണ്ട്? പാപമുണ്ട്. എന്നാൽ യേശുവിന് എന്തില്ല? പാപമില്ല. യേശുവിന്റെ പ്രകൃതത്തിൽ യേശു പ്രവൃത്തിയിൽ മാത്രം പാപമില്ലാത്തവനല്ല, പ്രകൃതത്തിലും പാപമില്ലാത്തവനാണ്. എന്നാൽ നമ്മളോ പ്രവൃത്തിയിൽ പാപമുള്ളവരാണ്. അതിനേക്കാൾ ഉപരി നമ്മൾ പ്രകൃതത്തിൽ പാപമുള്ളവരാണ്. അതാണ് ഇവിടെ യോഹന്നാൻ 1:8 പറയുന്നത്. ഇംഗ്ലീഷിലെ 8-ാം വാക്യാണോ? അതെ. ഓക്കെ, സ്തോത്രം. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലും പ്രകൃതത്തിലും പാപമുണ്ട്. ഇതാണ് പാപത്തിന്റെ നിർവചനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ ദിസ് വേ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ ഡിഫൈൻ സിൻ. ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു എ പർട്ടിക്കുലർ deed, action, but it is there in our innate nature. അത് മരിക്കുന്നത് വരെ ഉണ്ടാകും. അത് കേവലം നമ്മുടെ അവയവങ്ങളിൽ മാത്രമല്ല. ഇതൊരു പ്രകൃതമായി, ഒരു സ്വഭാവമായി ജന്മനാൽ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് ഇത് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുക. അതാണ് പത്രോസ് 2:11 പറഞ്ഞത്. 1 പത്രോസ് 2:11 പറഞ്ഞേക്കുന്നത്. നമ്മുടെ ആത്മാവിനോ പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നു. ജഡമോഹങ്ങളെ ഇത് അകത്ത് കിടന്നുകൊണ്ട് പോരാടുക. പുറത്തുനിന്നുള്ള ഒരു പോരാട്ടം ആയിരുന്നെങ്കിൽ നമുക്കതിനെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് എതിർക്കായിരുന്നു, ജയിക്കായിരുന്നു. എന്നാൽ ഇത് അകത്ത് കിടന്നുകൊണ്ട് പോരാടുക. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല ഇപ്പോഴ്. എന്നാൽ പാപം അതിനെ നിർവചിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അത്രയും പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ പരമമായ ഇഷ്ടത്തിനും പരമമായ പ്രകൃതത്തിനുമെതിരായി പോരാടുവാൻ നമ്മെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മിൽ വസിക്കുന്ന ഒരു പ്രകൃതമാണ് പാപം. പാപം എന്തെന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ
പെട്ടെന്ന് നമ്മൾ പറയും അത് പാപം, ഇത് പാപം. അവർ നമ്മളെ കളിയാക്കും, ഞാനിതൊന്നും ചെയ്യുന്ന ആളെ അല്ല. അപ്പൊ പിന്നെ എനിക്ക് രക്ഷയുടെ ആവശ്യമില്ല, രക്ഷകന്റെ ആവശ്യമില്ല, ഞാനത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. നമ്മൾ അതുകൊണ്ടാണല്ലോ പാപത്തിന്റെ കുറെ ലിസ്റ്റൊക്കെ നമ്മൾ പറയുന്നത്. ബൈബിളിലും ലിസ്റ്റൊക്കെ ഉണ്ട് പാപത്തിന്റെ. പക്ഷെ ആ ലിസ്റ്റുകളിൽ, ആ പാപപ്രവൃത്തികളിൽ അതിനെ ഒതുക്കരുതെന്ന് മാത്രം. ശരി, അതവിടെ നിൽക്കട്ടെ. നമ്മുടേത് രക്ഷയാ. യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയുടെ ലക്ഷ്യം നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം. എങ്കിൽ രക്ഷ എന്നാൽ എന്ത്? നമ്മൾ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അതെല്ലാം പൂർണ്ണമായും ശരിയാണ്. ആ രണ്ടു വശങ്ങളെ ഒരുമിപ്പിക്കണം എന്ന് മാത്രം. അതായത് രക്ഷയ്ക്ക് രണ്ടു വശങ്ങളുണ്ട്. രക്ഷയെ നിർവചിക്കുമ്പോൾ അത് രണ്ടും നമ്മൾ കണക്കിലെടുക്കണം. സാൽവേഷൻ, it has two sides. ഒന്നാമത്തെ സൈഡ്, ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് ഒരു റദ്ദീകരണമാണ്, ഒരു ക്യാൻസലേഷൻ ആണ്. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഒരു എൻട്രസ്റ്റിംഗ് ആണ്, നൽകുന്നതാണ്. So the first part of salvation is cancellation, and second part is entrusting, endowing. ഒന്നാമത്തെ ഭാഗം രക്ഷയെ നിർവചിക്കുമ്പോൾ ഒന്നാമത്തെ ഭാഗം നമുക്ക് നൽകപ്പെടാതിരിക്കുന്ന, അല്ലെങ്കിൽ മുമ്പേ ശ്രുതിയാണെന്ന് പറഞ്ഞത്, വേറെ ചില രണ്ടുപേര് നിങ്ങൾ പറഞ്ഞു, വിമോചനം, എ ഡെലിവറൻസ്, വിമോചനം. രണ്ടാമത് നമുക്ക് ദാനമായി നൽകപ്പെടുന്നത്. രക്ഷ നമുക്ക് ചിലത് നൽകാതിരിക്കുകയും മറ്റു ചിലത് നൽകുകയും ചെയ്യുന്നു. ഇത് രണ്ടും സൗജന്യമായിട്ടാണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അതിനെ ഇങ്ങനെയും കൂടെ പറയാറുണ്ട്. ഏറ്റവും നികൃഷ്ടമായത്, ഏറ്റവും ബീഭത്സമായത്, ഏറ്റവും ഭീകരമായത്, ഏറ്റവും ഭയാനകമായത് നമുക്ക് നൽകപ്പെടാതെ അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ഏറ്റവും ഉത്കൃഷ്ടമായത്, ശ്രേഷ്ഠമേറിയത് നമുക്ക് സൗജന്യമായി നൽകപ്പെടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ നൽകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് രക്ഷ. ഒന്നാമത്തെ ഭാഗം വിമോചനം, വിടുതൽ. എന്തിൽ നിന്ന്? ഏറ്റവും ഭീകരമായതിൽ നിന്ന്. എന്താണത്? ഏറ്റവും ഭീകരമായത്, ബീഭത്സമായത്? നിങ്ങളൊക്കെ പറഞ്ഞത് തന്നെ. പറഞ്ഞു സുജ. ദൈവത്തിൽ നിന്നുള്ള അകന്നുള്ള ജീവിതം. ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതം, ദൈവത്തിന്റെ ക്രോധം, അത് നിമിത്തം പാപത്തിന്റെ ശിക്ഷ, പാപത്തിൽ തന്നെ ജീവിക്കുന്ന പാപത്തിന്റെ ആ കരാള പിടുത്തത്തിൽ നിന്ന് ഉള്ള മോചനം, ഇങ്ങനെയെല്ലാം വരുന്നു. അപ്പോൾ ആ വിമോചനമാണ് ഒന്നാമത്തേത്. It's a deliverance. Salvation's first part is a deliverance. Deliverance from the separation from God. Deliverance from the wrath of God.
the condemnation of sin, eternal condemnation, eternal destruction, ഇങ്ങനെയൊക്കെ നമുക്കതിനെ വിളിക്കാം. നിത്യനാശത്തിൽ നിന്ന്, ദൈവത്തിന്റെ മഹാക്രോധത്തിൽ നിന്ന്, പാപത്തിന്റെ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന് ഒക്കെയുള്ള മോചനം. ഇതാണ് ഏറ്റവും ഭീകരമായി, നികൃഷ്ടമായി നമുക്ക് നൽകപ്പെടേണ്ടിയിരുന്നത്. ഇതിനൊക്കെയായിരുന്നു നമ്മൾ ന്യായമായും അവകാശികളായിരുന്നത്. We righteously or rightfully deserved all these things. But in salvation, all these deserved things are taken away from us, or we are delivered from all these deserving condemnations. നമുക്ക് പാപികളെന്ന നിലയിൽ ന്യായമായി ലഭിക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ് ഈ പറയപ്പെട്ട നിത്യ ശിക്ഷാവിധി. സ്തോത്രം. രക്ഷ എന്ന് ചിന്തിക്കുമ്പോൾ നാം ഇത് രണ്ടും ഓർത്തോണം. രണ്ട് ഭാഗങ്ങളും. മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന നാം, നിത്യ നരകത്തിന് വിധിക്കപ്പെട്ടിരുന്ന നാം, നിത്യമരണത്തിന് ഇരകളാകേണ്ടിയിരുന്ന നാം, ദൈവക്രോധാഗ്നിയിൽ വെന്തെരിയേണ്ടിയിരുന്ന നാം, അതിൽ നിന്നും നമുക്ക് ലഭ്യമായ വിമോചനം. സ്തോത്രം. വിമോചനം. രണ്ടാമത്തെ ഭാഗമാണ് an endowment or an entrusting, a free gift of something. മറ്റൊന്നാണ്, ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്, ഒന്നിൽ നിന്ന്, നികൃഷ്ടമായതിൽ നിന്ന്, ഭീകരമായതിൽ നിന്ന് വിമോചിപ്പിക്കുക മാത്രമല്ല, നമുക്ക് അനർഹമായിരുന്ന ഉത്കൃഷ്ടമായതിനെ സൗജന്യമായി നൽകുക കൂടെ ചെയ്തു. അതെന്താണ്? എ ഫ്രീ ആക്സസ് ടു ഗാഡ്, reconciliation with God, sonship of God, adoption to the family of God. Praise God. Every and all blessings of God's child or children. സ്തോത്രം. ദൈവത്തിന്റെ ശത്രു എന്ന നിലയിൽ നമുക്ക് അർഹമായിരുന്ന ഏറ്റവും അരുതാത്തതിനെയൊക്കെ നമ്മിൽ നിന്ന് അകറ്റി, അല്ലെങ്കിൽ അവയിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ചു എന്ന് മാത്രമല്ല, ഒരിക്കലും നമുക്ക് അർഹമല്ലാതിരുന്ന ഉത്കൃഷ്ടമായ നിത്യദാനങ്ങളെ നമുക്ക് പകരുക കൂടെ ചെയ്തു. അതെന്തൊക്കെയാണ്? ദൈവത്തിന്റെ മക്കൾ എന്ന പദവി. സ്തോത്രം. ദത്തെടുപ്പിന്റെ അവകാശം, ദൈവഭവനത്തിലേക്കുള്ള പ്രവേശനം, ദൈവത്തോടുള്ള നിരപ്പ്. സ്തോത്രം. ദൈവത്തോടുള്ള നിരപ്പ്, ദൈവത്തോട് കൂടെ വസിപ്പാനുള്ള ഭാഗ്യം, അവകാശം. സ്തോത്രം. ഇതെല്ലാം നമുക്ക് നൽകപ്പെടുക കൂടെ ചെയ്തു. സ്തോത്രം. ഇത് രണ്ടും കൂടെ യോജിക്കുമ്പോൾ മാത്രമേ രക്ഷ എന്ന പ്രമേയം പൂർണ്ണമാകുന്നുള്ളൂ.
രക്ഷയ്ക്കകത്ത് ഇത് രണ്ടും ഉണ്ട്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? ശരി. അപ്പോൾ കർത്താവ് ഭൂമിയിൽ വന്നത്, ഒന്നാമത്തെ പ്രാവശ്യം വന്നത് ഈ രക്ഷ നമുക്ക് നൽകാനാണ്. ഇങ്ങനെ നമ്മെ രക്ഷിക്കുവാനാണ്. പാപങ്ങളിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുമൊക്കെയുള്ള വിമോചനം. ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയുടെ സൗജന്യമായ ദാനം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യോഹന്നാൻ 1:12, 1:12 ജോൺ, അവിടെ പറയുന്നത്, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. സ്തോത്രം. പൊതുവായി ഇതാണ് രക്ഷ. ഈ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് മേഘങ്ങളിൽ വരുന്നതും സഭയെ തന്നോട് ചേർക്കുന്നതും. സ്തോത്രം. സഭയെ തന്നോട് ചേർക്കുക. Collecting the church unto himself. Taking the church unto himself. സഭയെ തന്നോട് ചേർക്കുക എന്ന പ്രയോഗമാണ് ബൈബിളിൽ. എഫേസ്യർ 5:25, 26, 27 നമ്മളത് പല പ്രാവശ്യം കണ്ടു. സഭയെ തനിക്കു താൻ മുൻ നിർത്തേണ്ടതിന്. സ്തോത്രം. To present the church unto himself. സ്തോത്രം. Unto himself. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, യേശുക്രിസ്തു മേഘങ്ങളിൽ വരുന്നത്, സഭയെ തന്നോട് ചേർക്കുന്നത്, നമ്മുടെ രക്ഷയുടെ മുഴുമിക്കലിന്, പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അതിനെ വേദശാസ്ത്രപരമായും കൂടെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. നമ്മളത് കേട്ടിട്ടുണ്ട്, സാധാരണ പ്രസംഗങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് രക്ഷയുടെ 3 അവസ്ഥകളെ കുറിച്ച്. രക്ഷയുടെ 3 അവസ്ഥകൾ. സ്തോത്രം. ഞാനതിനെ 4 എന്ന നിലയിൽ മനസ്സിലാക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. 4 states of salvation. 4 states or 4 phases. 4 stages of salvation. അപ്പം സാൽവേഷൻ അഥവാ രക്ഷ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത്രയും നമ്മൾ നീട്ടി പറഞ്ഞെങ്കിലും ഒറ്റ വാചകത്തിൽ ഏറ്റവും നികൃഷ്ടമായ അല്ലെങ്കിൽ ഹീനമായതിൽ നിന്നുള്ള വിമോചനവും ഏറ്റവും ശ്രേഷ്ഠമായതിന്റെ സൗജന്യദാനവും, ഇതാണ് രക്ഷ. നമ്മളതിനെ മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ഒന്ന് വിസ്തൃതമായിട്ട് പറഞ്ഞു വന്നേ ഉള്ളൂ. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത്രയും വിശാലമായിട്ടൊന്നും പറയണ്ട, ഏറ്റവും ഒടുവിൽ പറഞ്ഞ സെന്റൻസ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ രക്ഷയുടെ 4 അവസ്ഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് ജസ്റ്റിഫിക്കേഷൻ. ഓഫ് കോഴ്സ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അതിനെ കുറച്ചും കൂടെ ഈ രക്ഷ എന്ന നിലയിൽ ഒന്ന് പറഞ്ഞാൽ മറ്റ് 4 കാര്യങ്ങളാണുള്ളത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും?
ആ അതാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെടും. അതെ, അത് തന്നെയാണ്. അതിനെ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ, ഇത്രയും പറഞ്ഞാൽ ചിലപ്പം പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി പെടുവോ? അതിനെ അല്പം കൂടെ ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന്, ഡെലിവറൻസ് ഫ്രം ദ കണ്ടംനേഷൻ ഓഫ് സിൻസ്, പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നുമുള്ള വിമോചനം. അതിനെയാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. എവിടെ നിന്നും രക്ഷിക്കപ്പെട്ടു? പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന്. We are saved already. We are saved from the condemnation of sins, from the punishment of sins. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് വിമോചിതരാകുന്നു. ആദ്യം ഞാൻ ആ പേരുകളൊന്ന് പറയാം, അതിനുശേഷം റെഫറൻസുകളിലേക്ക് വരാം. 2, deliverance from the guilt of sins. Deliverance from the guilt of sins. രണ്ടാമത്തേതാണ് പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ അപരാധത്തിൽ നിന്നും ഉള്ള വിമോചനം. From the guilt of sin. മൂന്ന്, deliverance from the influence of sin or the power of sins. പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നും ഉള്ള വിമോചനം. നാലാമത്തേതാണ് ഫ്രം ദ വെരി പ്രസൻസ് ഓഫ് സിൻ. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ ഉള്ള വിമോചനം. അപ്പം ഈ 4 വിമോചനങ്ങൾ, ഈ 4 ഡെലിവറൻസസ്, അല്ലെങ്കിൽ ഈ 4 ഫ്രീഡംസ് ഒത്തുചേരുമ്പോഴാണ് രക്ഷയുടെ പൂർണ്ണത കൈവരിക്കുന്നത്. ഇന്ന് ഭൂമിയിലായിരിക്കുന്ന, ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഇതിൽ ലഭിച്ചു കഴിഞ്ഞതൊന്നേ ഉള്ളൂ. എന്ത്? പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും. രണ്ടാമത്തേതും നല്ലൊരു ശതമാനം പേരും അനുഭവിക്കുന്നുണ്ട്, പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന്. പക്ഷേ രക്ഷിക്കപ്പെട്ടവരും പലരും ഇന്നും പാപത്തിന്റെ ഗിൽറ്റിനെസ്, കുറ്റബോധത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നുണ്ട്. പണ്ട് ചെയ്ത ചില പാപങ്ങൾ, അതിൻ്റെ ഓർമ്മകൾ ഇന്നും പലരെയും വേട്ടയാടാറുണ്ട്. ചിലർക്ക് ഇപ്പോഴും വിശ്വാസമില്ല ആ പാപം ക്ഷമിക്കപ്പെട്ടോ എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുകയും തിരുവെഴുത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് രണ്ടാമത്തേതിൽ നിന്നും വിമോചനം ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ലഭിച്ചു കഴിഞ്ഞ 2 കാര്യങ്ങളാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം. മൂന്നാമത്തേത്
ഓരോ ദിവസവും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കേണ്ടതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളാണ്. കാരണം ഓരോ ദിവസവും, ഓരോ ശ്വാസത്തിലും, ഓരോ ദിവസവും എന്നല്ല, നമ്മൾ എടുക്കുന്ന ഓരോ ബ്രത്തിലും, ശ്വാസത്തിലും നമ്മൾ അനുഭവിക്കേണ്ടതാണ് പാപത്തിന്റെ സ്വാധീന ശക്തിയിൽ നിന്നുള്ള വിടുതൽ. മുമ്പേ നമ്മൾ കണ്ടതുപോലെ പാപം എവിടെ കിടക്കുന്നു? നമ്മിൽ. പണ്ട് ദൈവം തന്നെ കയ്യിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. ഇപ്പോൾ പത്രോസ് പറഞ്ഞു, വാതിൽക്കൽ നിന്നൊക്കെ ഇങ്ങ് അകത്ത് കയറിയെന്ന്. നമ്മിൽ വസിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാ? നമ്മോട് പോരാടുകയാ. ആത്മാവിനോട് പോരാടുന്നു. ആത്മാവും അകത്തുണ്ട്, പാപവും അകത്തുണ്ട്. രണ്ടും ഒരു വ്യക്തിയിൽ തന്നെയുണ്ട്. ഇവ തമ്മിൽ സർവത്ര വഴക്ക. നമുക്കറിയാം, നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, രണ്ട് പട്ടികൾ, ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതും നമ്മൾ എല്ലാവരിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ചിലരതിനെ പട്ടി എന്ന് പറയാറില്ല, പുലിയെന്നും സിംഹമെന്നും കരടിയെന്നും ഒക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടും പറഞ്ഞു, ഈ രണ്ട് നേച്ചേഴ്സാ, ഈ രണ്ട് പ്രകൃതങ്ങൾ നമ്മൾ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങളെ പഠിപ്പിച്ച സാറ് പറഞ്ഞത് പട്ടി എന്ന. 2 dogs, 1 white and 1 black. എപ്പോഴും ഇത് തമ്മിൽ ഇങ്ങനെ കടിപിടിയാ. ആരാ ജയിക്കുന്നേ? വെളുത്തതോ കറുത്തതോ? ശരിയായ ഉത്തരം, whom we feed the most. ഏതിനെയാണോ കൂടുതൽ തീറ്റി കൊടുത്ത് വളർത്തുന്നത് അതാണ് ജയിക്കുക. അതുകൊണ്ടാ പറയുന്നത്, starve the black to death. കറുത്തതിനെ, ജഡത്തെ, പാപത്തെ പട്ടിണിക്കിട്ട് കൊല്ലണം. Starve this black, starve this flesh, starve this sin to death. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ കറുത്തതിന് ഇങ്ങനെ തീറ്റി കൊടുക്കും. അരുത്. അപ്പൊ നമുക്ക് ഓരോ ശ്വാസത്തിലും ഈ മൂന്നാമത്തെ വിമോചനം, രക്ഷയുടെ മൂന്നാമത്തെ അനുഭവം വേണം. ഇതിനെയാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർമാനമായി നടക്കുന്ന ഒരു കാര്യം. So in the past, we have been saved from both the condemnation and guilt of sin. Currently, we are being saved from the power of sin. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നടക്കുന്നില്ലെങ്കിൽ നേരത്തെ നടന്നെന്ന് പറയുന്നത് കൊണ്ട് പ്രയോജനമില്ല. മൂന്നാമത്തേതാണ് നമ്മുടെ പ്രത്യാശ, നാം കാത്തിരിക്കുന്നത്. സ്തോത്രം. നാം കാത്തിരിക്കുന്നത്. നമുക്ക് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് പോലും പോരാ വിമോചനം. പാപത്തിന്റെ
പ്രസൻസ്, സാന്നിധ്യത്തിൽ നിന്ന് പോലും വിമോചനം വേണം. സ്തോത്രം. അത് ഭാവിയിൽ സംഭവിക്കും. മരണത്താലും ഭാഗികമായിട്ടത് സംഭവിക്കുന്നു, ക്രിസ്തുവിന്റെ വരവിനാൽ പൂർണ്ണമായി തീരുന്നു. ഇത്രയും വ്യക്തമായി കാണുമല്ലോ. ഓരോ തിരുവെഴുത്തിന്റെ ഭാഗങ്ങൾ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന്, ഫ്രം ദ കണ്ടംനേഷൻ ഓഫ് സിൻസ്. റോമൻസ് 8:1, റോമർ 8:1 നമുക്കറിയാം. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സ്തോത്രം. ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്മളെ ശിക്ഷാവിധിയിൽ നിന്ന് കർത്താവ് വിമോചിപ്പിച്ചു. സ്തോത്രം. 2 തിമോത്തി 1:9, 2 തിമോത്തിയോസ് 1:9. Understanding this, that the law is not laid down for the just, but for the lawless and disobedient, and for the ungodly and sinners, for the ungodly and unholy and profane, for those who strike their fathers and mothers, for murderers. ആ വാക്യാണോ? Saved us and Yeah. who saved us and called us to a holy calling, not because of our works, but because of his own purpose and grace, which he gave us in Christ Jesus before the ages began. Praise God. 2 Timothy 1:9. Okay, mane? Yeah. He saved us. അവൻ നമ്മെ രക്ഷിച്ചു. It's a past. അതിനെയാണ് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ രക്ഷ നടന്നു കഴിഞ്ഞു എന്ന്. സ്തോത്രം. അതിനെ ചിത്രീകരിക്കുന്ന രീതിയാണ് salvation of our spirit is done. Salvation of our soul is being carried out. Salvation of our body is still awaiting. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു എന്ന്. രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു നമ്മുടെ പ്രാണൻ അഥവാ ദേഹി. കാരണം ദേഹിയിലാണല്ലോ ഈ പാപത്തിന്റെ പോരാട്ടം നടക്കുന്നത്. പാപത്തിന്റെ പോരാട്ടം. അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. Then salvation of our body, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇനിയും സംഭവിപ്പാനിരിക്കുന്നതേ. അപ്പം ഒന്നാമത്തേതിൻ്റെത് നമ്മൾ കണ്ടുവല്ലോ. രണ്ടാമത്തേതാണ് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന്. പ്രത്യേകിച്ച് നാം സാംസ് 32 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് അതിന്റെ 5-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 5, 1 to 5 ഉണ്ട്. അത് നമുക്ക് വേണ്ടത് ഇപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ മാത്രമുണ്ട്. I acknowledge my sin to you, and I did not cover my iniquity. I said, I will confess my transgressions to the Lord, to you and you forgave the iniquity of my sin. Iniquity of my sin. You forgave me the iniquity of my sin. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പാപത്തിന്റെ കുറ്റബോധം, അപരാധബോധം, ഇത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം ഇതിന്റെ കാഠിന്യം എന്താണെന്ന്.
ഈ നമ്മള് മര്യാദപ്പാപികളായിട്ടൊക്കെ ജീവിച്ചവർക്ക് ഇതിന്റെ വലിയ ആഴമൊന്നും മനസ്സിലാകത്തില്ല. സാധാരണക്കാരായിട്ട് ജീവിച്ചവർക്ക്. അതേസമയം പാപത്തിൽ മുഴുകി ജീവിച്ച മനുഷ്യർ, അവർക്ക് ഈ പാപക്ഷമയുടെ കുറ്റബോധത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ആഴം അറിയുള്ളൂ. യേശു കർത്താവും അതാണ് ലൂക്കോസ് 7-ാം അധ്യായത്തിൽ ശിമോനോട് പറഞ്ഞത്. ശിമോന്റെ വീട്ടിൽ യേശുവിനെ ഉണ്ണാൻ വിളിച്ചിട്ട് ശിഷ്യന്മാരുമായി ചെന്നപ്പം പരീക്ഷിക്കാനാ അവൻ ആക്ച്വലി വിളിച്ചത്. ഇതറിയാതൊന്നുമല്ല കർത്താവ് പോയത്. യേശു ഇവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ആ പട്ടണത്തിലെ ഒരു പാപിനിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. നമുക്കറിയാം, കർത്താവിന്റെ പാദത്തിൽ അവൾ വന്നിരുന്ന് അനുതാപത്തിന്റെ കണ്ണുനീരൊഴുക്കി കർത്താവിന്റെ പാദങ്ങളെ കഴുകി തലമുടി കൊണ്ട് തുവർത്തി. അവൾ പാപത്തിന്റെ ആകർഷണീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്ന അത്തർ, സുഗന്ധദ്രവ്യം യേശുവിന്റെ കാൽക്കൽ പൂശി അവൾ പാപത്തിന്റെ ചുംബനം കൊടുക്കുമായിരുന്ന ചുണ്ടുകൾ കൊണ്ട് പരിശുദ്ധനായവന്റെ പാപവിമോചകന്റെ പാദങ്ങളെ ചുംബിച്ചു. ഇത് കണ്ട് മനസ്സിൽ പലതും ചിന്തിച്ച ശിമോനോട് കർത്താവ് ചോദിച്ച ചോദ്യം നമുക്കറിയാം. നമ്മളിതിനു മുമ്പ് ആ ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. ശിമോനെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചാട്ട് കർത്താവ് ഇവന്റെ ചിന്തയിൽ നിന്ന് പെട്ടെന്ന് ഇവനൊന്ന് ഉണർന്ന് പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. അപ്പോഴെ കർത്താവ് പറഞ്ഞ്, ഒരാള് നമ്മുടെ ഭാഷയിലങ്ങ് പറയുകയാണ്, 5 ലക്ഷം രൂപയും വേറെ ഒരാള് ഒരു 500 രൂപയും കടംപെട്ടിരിക്കും. ഒരാൾക്ക് 2 പേര് കടംപെട്ടിട്ടുണ്ട്. ഒരാൾ 5 ലക്ഷം രൂപയാ കൊടുക്കാനുള്ളത്, മറ്റേയാള് 500 രൂപ. 2 പേർക്കും കൊടുക്കാൻ വകയില്ല. 2 പേരും വന്ന് യജമാനോട് പറഞ്ഞു, സ്വാമി അല്പം കൂടെ നീട്ടിത്തരണം. എന്നിട്ട് കർത്താവ് ചോദിച്ചു, ഇതിൽ ആരായിരിക്കും ഈ ക്ഷമിച്ച മുതലാളിയെ കൂടുതൽ സ്നേഹിക്കുന്നത്? ഉത്തരം ലളിതം. ശിമോൻ പറഞ്ഞു, ഞാൻ കരുതുന്നു കൂടുതൽ വായിച്ചെങ്ങനെ വായിച്ചോ സുജ? കിട്ടിയോ? എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? വാക്യം കൂടെ പറഞ്ഞു, വാക്യം കൂടെ പറഞ്ഞാൽ 36 മുതൽ അത് തുടങ്ങുന്നെങ്കിലും 42 മുതൽ അത് തുടങ്ങും. 42, 43. ലൂക്ക് 7:42. വായിച്ചു. ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞു ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്, മര്യാദപ്പാപികളായിട്ട് ജീവിച്ചവർ രക്ഷിക്കപ്പെട്ടാലും അവർക്ക് രക്ഷയുടെ സന്തോഷം വലിയ ആഴത്തിലൊന്നും കാണത്തില്ല. എന്നാൽ പാപത്തിൽ ജീവിച്ചവർ പാപമോചനം പ്രാപിച്ചു വരുമ്പോൾ അവർക്ക് ലഭിച്ച രക്ഷയുടെ സന്തോഷം അവർണ്ണനീയമാണ് എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കരുതാരും. എന്നാ പിന്നെ പോയി കുറെ പാപമൊക്കെ ചെയ്തിട്ട് വരാം, തെറ്റിദ്ധരിക്കരുത്.
ഏത് നിലയിൽ ജീവിച്ച വ്യക്തിയിലും രക്ഷിക്കപ്പെട്ടവരിൽ ഈ ആഴമേറിയ ബോധ്യം വേണം. ഞാൻ പാപി ആയിരുന്നു. എന്റെ പ്രവർത്തികളാൽ അല്ല, ജന്മനാൽ പ്രകൃതത്താൽ തന്നെ. എന്നാൽ യേശു എന്റെ പാപങ്ങളെ മോചിച്ചു. ആ ഒരു വലിയ ബോധ്യം നമുക്ക് വേണം. സമയം തീർന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇമ്മച്യൂറായിട്ട് അങ്ങ് നിർത്തിക്കോട്ടെ. ബാക്കി കർത്താവിന്റെ വരവ് താമസിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. ചോദ്യങ്ങളും ആർക്കോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇന്ന് എന്നോട് ക്ഷമിക്കണം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. സ്തോത്രം. കർത്താവ് നമുക്ക് തന്ന ഈ പാപക്ഷമ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും അതിന്റെ കുറ്റബോധത്തിൽ നിന്നും നമ്മെ വിടുവിച്ച്, അതിന്റെ ശക്തിയിൽ നിന്ന് ഇന്നും നമ്മെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കൊരു പ്രത്യാശ തന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവിൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലും നാം വിമോചിതരായി കർത്താവിനോട് കൂടെ നിത്യത വാഴുമെന്ന് ആ വലിയ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.